മാന്യപ്രേക്ഷകർക്കും നാടൻ തരിലേക്ക് സ്വാഗതം. എന്താ എന്താ ആരാടോ അടിച്ചതിനെ പറ്റിച്ചത്? ആരാ അടിച്ചതല്ലടോ, എനിക്ക് പല്ലുവേദനയായിരുന്നു 2 ദിവസമായിട്ട്. എങ്ങനെ പല്ലുവേദന? പല്ലുവേദന? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് പല്ലുവേദനയൊന്നും അല്ല. ജില്ലാ കമ്മിറ്റി നല്ല കൂട്ടാടി നടന്നിട്ടുണ്ടല്ലേ. ആ അടിയില് കുഞ്ഞളിയന്റെ പല്ലും സ്വരാജ് എംഎൽഎയുടെ തലയും പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആവേശം പറയല്ലോ. ഞാൻ തിരുവനന്തപുരത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ഇവിടെ വരാത്തതിന്റെ കാരണം പല്ലുവേദന. അതെ അതെ അതെ. അയ്യോ, പിന്നെ ഈ പല്ലുവേദന വെച്ചാൽ എങ്ങനെ ഈ നേതൃയോഗത്തിൽ പങ്കെടുത്തു? അവിടെ പോയിരുന്ന് കേട്ടാ മതിയല്ലോ. കേട്ടാ അവിടെ പോയിരുന്ന് കൊണ്ടാ മതി, തിരിച്ചു കൊടുക്കേണ്ടതാണ് ഉദ്ദേശിച്ചത്. അല്ലെ കൊണ്ടതിന്റെ പാടാ ഇതൊക്കെ കാണുന്നത്. അല്ല, ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ എന്തോ വീഡിയോ കണ്ടുവെന്നോ എന്തോ എല്ലാവർക്കും അത് മനസ്സിലായിന്നോ പുറത്തു പോവരുതെന്നോ അതൊക്കെ പറയുന്നത് കേട്ടു. എന്റെ മെമ്മറി കാർഡേ. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത്, എനിക്ക് ഒച്ച വയ്ക്കാൻ വയ്യ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ നേതൃയോഗത്തിൽ അങ്ങനെ പല പരാമർശങ്ങൾ നടക്കും. അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല കേട്ടല്ലോ. പല്ല് വേദനയല്ലേ, അങ്ങനെ അടങ്ങിയിരിക്കുക ഇവിടെ, അതൊക്കെ സംസാരിക്കണ്ട. സുഹൃത്തുക്കളെ, മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? KSRTCയിലെ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് ഇതുവരെ എവിടെയാണെന്ന് തമ്പുരാൻ സഹായിച്ച ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ആ മെമ്മറി കാർഡ് ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ആ ജില്ലാ കമ്മിറ്റി താനപ്പോ ഉറങ്ങിപ്പോയിടോ. ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ അത് കണ്ടിട്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് അതിനകത്ത് നമ്മുടെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ, മേയർ ഏച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സച്ചിനേട്ടന്റെ ആ ലീലാവിലാസങ്ങളൊക്കെ തന്നെ, ആ കലിപ്പൊക്കെ തന്നെ അവിടെ കാണാൻ പറ്റിയെന്ന്. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായി പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായി CPM ജില്ലാ കമ്മിറ്റിയിൽ പറയാണ് ഈ മേയറിന് മെമ്മറി കാർഡ് കിട്ടാതെ നന്നായി? അതല്ല, അതൊരു ഉപാമക്ക് എന്താ ഇത്രക്ക് ഇത്? എടോ, നിങ്ങൾ ആ ഉപമ വെച്ച് കളിക്കുന്ന ഒരു പാവം സാധു മനുഷ്യന്റെ ജീവിതത്തെയാണോ? എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ, അത് ചിലരുടെ കണ്ണുകടിയാണ്. അതായത് ആര്യ രാജേന്ദ്രൻ വളർന്നു വരുമ്പോൾ കണ്ണുകടിയുള്ള കുറച്ച് തലനരച്ച നേതാക്കന്മാരുണ്ടാകുമല്ലോ. CPM-നകത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, പിന്നെ ആ സഖാവല്ല, അല്ലാതെ കുറച്ച് ഗോവിന്ദൻ സഖാവല്ല, കുറച്ച് ലോക്കൽ. നിങ്ങൾക്ക് ലോക്കൽ വിളിക്കുകയാണോ? അതുമല്ല. അപ്പൊ നേതാക്കള് പറഞ്ഞു, ആ വീഡിയോ കിട്ടാഞ്ഞ് നന്നായി, കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി അങ്ങ് അതായത് പിളർന്ന് താഴോട്ട് പോയേനെന്ന്. ഇപ്പോഴേ പിളർപ്പിന്റെ വക്കിലാണ്. ഇനി അതും കൂടെ കിട്ടിയിട്ട് വേണം ഈ രണ്ടായി പിളരാൻ. ആകെ ഒന്നേ പിളർന്നിട്ടുള്ളൂ. അതെ 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 അതെ. ഒരൊറ്റ പിളർച്ചേ ഉള്ളൂ. ഇനി പിളരത്തൊന്നുമില്ല. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി പറയും. അതെ, മുഖത്ത് നോക്കി പറയും. അതിനിടയിൽ അടി കിട്ടും, അയ്യോ അമ്മ നിലവിളി കാണും. നിങ്ങൾ ആരും പരസ്പരം മുഖത്തോക്കി പറയണ്ട. പച്ച മലയാളത്തിലല്ലേ. സുഹൃത്തുക്കളെ, ശരിയാണ്. എനിക്ക് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പല്ലുവേദന ഉണ്ടാകാൻ കാരണം ആര്യ സഖാവിനെതിരെ അനാവശ്യ വിവാദങ്ങൾ പടച്ചുവിട്ട ലോക്കൽ കമ്മിറ്റി നേതാവിനെ പ്ലാച്ചന് അടിച്ചതാണ് ഇത്. ആ ലോക്കൽ കമ്മിറ്റി നേതാവാണ് ഈ നിൽക്കുന്നത്. മനസ്സിലായില്ല? പ്ലച്ചനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെന്നത് മാത്രം എനിക്ക് ഓർമ്മ, ബാക്കിയൊന്നും ഓർമ്മയില്ല. ബോധം വരുമ്പോ ഞാൻ ജില്ലാ ആശുപത്രി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അവിടെ ജില്ലാ കമ്മിറ്റി പോയിട്ടുണ്ടെങ്കിൽ ഈ വായി വെച്ച് മിണ്ടാതിരിക്കണം. വയ്യ. ഇവിടെ ആര്യ സഖാവ് ജയ് വിളിക്കാൻ പോയതാ, കൊടുത്തു, തലനരച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ നേതാവ് തഴമ്പുണ്ടല്ലോ, ആ തഴമ്പ്, ആ ചൂടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടില്ലേ? കോണി ഇരിക്കില്ല. ഞാൻ തിരിച്ചുപദ്രവിക്കാഞ്ഞത് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ട്, അല്ലാതെ ബോധം ഇല്ലാത്തതുകൊണ്ടല്ല, അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ടാ. അല്ലെ കാണായിരുന്നു. അല്ലേടോ? അല്ല പിന്നെ കടാപ്പുറം ഇളകിയാണ് ഇപ്പൊ. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തന്നെ തിരുത്തും. ഞങ്ങൾ പരസ്പരം. നിങ്ങൾക്ക് അതിന് തെറ്റുകൾ ഉണ്ടോ സുഹൃത്തുക്കളെ? വല്ലപ്പോഴും 1-2 ഉണ്ടാകാറുണ്ടല്ലേ? ഓ അല്ല, സാധാരണ അല്ലല്ലേ, നമ്മളൊക്കെ പറയുമ്പോ നിങ്ങൾ അതൊന്നും മുഖവരിക്ക് പോലും എടുക്കാറില്ലല്ലോ. അതുകൊണ്ടാ ഇപ്പൊ ജനം തന്നപ്പോ മനസ്സിലായല്ലേ? അല്ല, ഏറ്റവും സഖാവ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി തിരുത്തണോ? ആദ്യത്തെ തിരുത്താൻ നിങ്ങൾ തയ്യാറായോ? അപ്പോൾ ആദ്യത്തെ തെറ്റെന്താണ്? മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റിയ അതെങ്ങനെ? അത് ക്യാപ്റ്റൻ അല്ലേ? അത് ക്യാപ്റ്റൻ അപ്പൊ തെറ്റ് പറ്റാം, ചെറുതായിട്ട്. ചെറുതായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആണോ? ആര് പറഞ്ഞ് മനസ്സിലാക്കുന്നു? നമ്മള് താഴെ തട്ടിൽ നിന്ന് മോളിൽ തട്ടിലുള്ളവര് വരെ പറഞ്ഞു. ആരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു? ഗോവിന്ദൻ സഖാവ്. അപ്പൊ ഈ പിണറായി സഖാവ് അപ്പോഴും സഖാവ് പിണറായി സഖാവിനെ അറിയിക്കും. ഓ ശരി 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 ശരി. അറിയിച്ചത് അതാണ് നമ്മുടെ കീഴ്വഴക്കം. കീഴ്വഴക്കം. ഇപ്പോഴത്തെ കീഴ്വഴക്കം അങ്ങനെയാണ്. അതായത് മുമ്പൊക്കെ പാർട്ടിയായിരുന്നു മുഖ്യമന്ത്രി നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ആ പാർട്ടിയെ നയിക്കുന്നു എന്ന് സാരം. അങ്ങനെയല്ല. അപ്പൊ ഈ ഗോവിന്ദൻ സഖാവ് ആരാണ്? പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ ഈ ഗോവിന്ദൻ സഖാവ് മുഖ്യമന്ത്രിയോട് പറയുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ പറഞ്ഞു. ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആരാണ്?
ഗോവിന്ദൻ സഖാവ്. അല്ല ഇപ്പൊ ഗോവിന്ദൻ സഖാവ് എന്ന് പറയുമ്പോ ആരാണ്? CPM എന്ന പാർട്ടി അത് തലവൻ. അപ്പൊ ഈ CPM-ന്റെ തലവൻ പറയുമ്പോൾ പാർട്ടി എന്റെ പൊന്നു സുഹൃത്തിനൊക്കെ ചിരി എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇമ്മാതിരിയുള്ള മിഴികളുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്. എടോ, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ഗോവിന്ദൻ സഖാവ് പാർട്ടി സെക്രട്ടറി, അവിടെ താക്കോലോട് ഇരിപ്പുണ്ടല്ലോ. ഗോവിന്ദൻ സഖാവ് പാർട്ടി സെക്രട്ടറി ആയി ഇരിക്കുമ്പോൾ ഈ ഗോവിന്ദൻ സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലല്ല സഖാവെ താഴെത്തട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട്, നമ്മളൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ, അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനെയും പറയുന്നുണ്ടോ എന്ന് തമ്പുരാൻ അറിയാം. അല്ലേ സുഖാകവേ? തത്തികാചാര്യൻ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നാവും എന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ ഇപ്പൊ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതൊക്കെ പ്രകടമാകും. പ്രകടമാകും. നമ്മൾ നന്നായി എന്റെ അതായത് ഒലികൾ ഉണ്ടാകും. ഒലികൾ ഉണ്ടാകും. അതൊക്കെ അത്ര വേണ്ട, ഇളക്കണ്ട. പല്ല് ഇങ്ങനെ പറഞ്ഞിരിക്കുവാണല്ലോ, അത്ര അങ്ങോട്ട് ഇളക്കണ്ട. ആ ഒലികൾ 5 സ്റ്റിച്ച്. സുഹൃത്തുക്കളെ, അതാ പറയുന്നത്, നമ്മള് തിരുത്തുന്ന പോലെ വേറൊരു പാർട്ടിക്കാരും തിരുത്താൻ തയ്യാറാവത്തില്ല അവരുടെ തെറ്റുകൾ. പാർട്ടിക്കാർക്ക് ആദ്യം തെറ്റ് വേണം, എന്നാലേ തിരുത്താൻ പറ്റത്തുള്ളൂ. സുഹൃത്തുക്കളെ, അന്ന് നമ്മൾ പറഞ്ഞതാ, നമ്മൾ വരുംകാരി കുഞ്ഞളിയോട് പറഞ്ഞ് മനസ്സിലാക്കില്ല. വെറുതെ കിടന്ന് ന്യായീകരിച്ച് മെഴുകല്ലേ. അപ്പൊ കേട്ടില്ല. ഇപ്പൊ നല്ലോണം കിട്ടിയിട്ടുണ്ട്. കൊണ്ട് വാങ്ങി തടവിക്കൊണ്ടിരുന്നോ? ഇങ്ങനെയൊക്കെ തന്നെയാണ് വലിയ അതെ. അതായത് നമ്മുടെ അച്യുതാനന്ദൻ സഖാവിനോട് താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാണോ എന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇന്നാടാ കാണുന്നു പറഞ്ഞ കാലിലെ ആ പാട് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കുഞ്ഞലിനോട് ആരെങ്കിലും ചോദിച്ചോണ്ടല്ലേ ഇന്നാടാ കാണുന്നു പറഞ്ഞ അതും പൊക്കോ, അതുകൊണ്ട് അതുകൂടെ കാണണ്ടേ. ഇന്നാടാ കാണുന്നു പറഞ്ഞ പല്ലിന്റെ ഭാഗം എടുത്ത് കാണിച്ചു കൊടുക്കും. അല്ലേടോ? അല്ല പിന്നെ ആരോടാ ഈ കളി? അറിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? നമുക്ക് ഒത്തിരി ഒച്ചയിടാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, തെറ്റിദ്ധരുത്തുന്നുണ്ട്. അതായത് ആര്യ സഖാവിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായതായിട്ട് നമുക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അത് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തെറ്റായിരുന്നു? അല്ല സുഹൃത്തെ, ഈ നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു പിണറായിസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ അടുക്കളയിൽ നിന്ന് ഏതോ ഒരു മുതലാളിയെ പൊക്കിയത്. അതാരാ അത്? താങ്കളാണല്ലോ കമ്മ്യൂണിറ്റിയിൽ പോയിരുന്നത്. അപ്പൊ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ വ്യക്തമായി. വിമർശനം വന്നു കേട്ടോ. ഉടനടി തന്നെ സഖാവ് എഴുന്നേറ്റ് ചോദിച്ചു ആരാ മുതലാളി എന്ന് പറയാൻ പറഞ്ഞു. കരമന അജിത്തിന്റെ അപ്പോൾ കരമന ഹരിയുടെ വായടഞ്ഞു പോയില്ലേ? അതെ. അതായത് അദ്ദേഹത്തിന് തിരിച്ചു പറയാൻ മറുപടിയില്ല. ഏത് മുതലാളി ഉണ്ടെ പേര് പറ. ഈ കരമന അങ്ങനെ ആരായിരത്തി വരും? ഹരി ആരായിട്ട് വരും? പാർട്ടിയിലെ നേതാവാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആരായിട്ടാണ് കാണുന്നത്? അപ്പൊ ആരുടെ അടുക്കളയിൽ നിന്നാ കിട്ടിയെന്നാ പറഞ്ഞേ? നമ്മളിപ്പോ അടുക്കള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അടുക്കള രഹസ്യ അങ്ങാടി പാട്ടായി എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ തെറ്റുതിരുത്തൽ എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണ്. നല്ല പോലെ തന്നെ നേതാക്കന്മാരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. അവരുടെ തെറ്റ് എണ്ണി അക്കമിട്ട് ഇങ്ങനെ തിരുവനന്തപുരം മുതൽ ഇല്ല നമ്മുടെ കയ്യിലും കാലിലും എന്തെങ്കിലും വിരളൊന്നും പോലെ നമുക്ക് എണ്ണാൻ വേണ്ടിയിട്ട് ബാക്കി എണ്ണൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള തെറ്റുകൾ പറയുന്നുണ്ട്. ആ തെറ്റിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ തെറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനം മാറ്റുക. പക്ഷെ ഇവർ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജില്ലാ കമ്മിറ്റി, അതായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ വ്യക്തവും ശക്തവുമായി തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനുള്ള തെറ്റ് കൃത്യമായി പറഞ്ഞു കൊടുത്തത്. പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നപ്പോൾ ആർക്കും ഒന്നും മിണ്ടണ്ട. അതങ്ങനെ കേന്ദ്ര നേതൃത്വം ചെന്നപ്പോഴോ ഏതാര്യ ഏത് തിരുവനന്തപുരം എന്നായി. അപ്പൊ പവനായി ശവമായി. ഇയാളുടെ പല്ല് പോയത് മാത്രം മെച്ചമായി. എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ മറ്റേ ഏതോ ഒരു ജീവിയുടെ വാല് ഈ കുഴലിനകത്തിട്ടാലും നിവരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ജീവിയെ നമ്മളെ പട്ടിയായിട്ടൊന്നും ഉപയോഗിക്കണ്ട. സുഹൃത്തുക്കളെ, എന്തോ ഞാൻ ഇയാളോട് ഒച്ചയിടാത്തതിന്റെ കാരണം എനിക്ക് ഒച്ചയിടാൻ വയ്യ. കളഞ്ഞു 5 സ്റ്റിച്ച്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനി എന്റെ ടേൺ ആണ്. വെള്ളം വേണോ? സുഹൃത്തുക്കളെ, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. തത്വകാചാര്യൻ പറഞ്ഞു നമ്മുടെ തെറ്റുകൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതുകൊണ്ട് മാത്രം നമ്മൾ സമ്മതിക്കുന്നു. അതെ. പക്ഷേ എന്ന് വെച്ചാ നമ്മളെ അങ്ങ് അടിച്ചിരുത്താൻ ആരും നോക്കുമൊന്നും വേണ്ട കേട്ടല്ലോ.
കനൽ ഒരു തരി തന്നെയാണ് ഇപ്പോഴും നമ്മള്. നിൽക്കുന്നവരെ അടിച്ചിരുത്താൻ പറ്റുള്ളൂ. തറയെ തന്നെ കിടക്കുന്നവർ നമുക്ക് കുഴി വെട്ടി അതിനകത്ത് ഇടാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കി തന്നത് അത് മതി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അതാണ്, ഞങ്ങളുടെ കമ്മിറ്റി യോഗങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനെ നിങ്ങൾ വഴിതിരിച്ചു വിടാൻ നോക്കണ്ട. വഴിതിരിച്ചു വിട്ടാലും കൃത്യമായി തന്നെ അടിയും ഇടിയും കൊണ്ട് വന്നിരുന്ന ആൾക്കാർ നല്ല കിളി പറയുന്ന പോലെ സത്യം വിളിച്ചു പറയും അല്ലേ? അപ്പൊ അതാണ് സുഹൃത്തുക്കളെ കാര്യം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തിരിച്ചു വരും. ഓ ശരി, ശക്തമായി തന്നെ തിരിച്ചു. അതിന്റെ പല്ല് ശരിയാക്ക. ശരിയെന്നോ കുസൂർ.